എനിക്ക് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കൊള്ളാം, അത് കലക്കി. ഇപ്പോഴെങ്കിലും നിനക്കവളെ മനസ്സിലായല്ലോ. അമ്മയേക്കാൾ പ്രിയമായി നീ അവളെ കൊണ്ടു നടന്നല്ലേ. എന്നിട്ടോ അവളേക്കാൾ നല്ലൊരു ജീവിതം നിനക്ക് കിട്ടുമെന്നായപ്പോ അവൾ അതിന് പാര വെക്കുന്നു. ഇപ്പൊ ഒരു കാര്യം നിനക്ക് മനസ്സിലായല്ലോ. ഏച്ചു കെട്ടിയാൽ എപ്പോഴും മുഴച്ചു തന്നെ ഇരിക്കുന്നു. രണ്ടാനമ്മയും മക്കളും എപ്പോഴും രണ്ടാമത് തന്നെയാ. ആ, എന്തായാലും നിന്റെ ഇഷ്ടം പോലെ ചെയ്. ഒരേ വായിൽ തന്നെ അമ്മയെന്നും മമ്മിയെന്നും വിളിക്കാൻ നീ മിടുക്കിയ. അധികം കൊഞ്ചൊന്നും വേണ്ട, ചെല്ല്. ഓ, ഈ അമ്മയുടെ ഒരു കാര്യം ഒന്ന് സ്നേഹിക്കാൻ പോലും സമ്മതിക്കില്ലേ. അങ്ങനെ അധികം സ്നേഹം കാണിച്ച് എന്നെ പറ്റിക്കാന്നൊന്നും വിചാരിക്കണ്ട. പോയി അവനെ കണ്ട് സമ്മാനം കൊടുത്തേച്ച് വേഗം ഇങ്ങ് പോന്നേക്കണം. അല്ലാതെ അവന്റെ കൂടെ കൊഞ്ചാനും കൊഴയാനും വല്ലയിടത്തും കറങ്ങാനും പോയിന്ന് ഞാൻ അറിഞ്ഞ നിന്റെ മുട്ടുകാലം ഞാൻ തല്ലി ഓടിക്കും. മനസ്സിലായി? ഓ, മനസ്സിലായി. എന്തായാലും ഇനി അവള് ജ്യോതിയെ വിശ്വസിക്കില്ല, അത് ഉറപ്പാ. അവിനാശ് പറയുന്നതാ ഇപ്പൊ അവൾക്ക് വേദവാക്യം. അവളേക്കാൾ ഉയരത്തിൽ എന്റെ മോള് ജീവിക്കുന്നത് കാണിച്ചു കൊടുക്കാൻ ഞാൻ അവൾക്ക്. ഗുഡ് മോർണിംഗ്. സോറി, കൂൾ ഡ്രിങ്ക്സ് ആണെന്ന് കരുതി ഞാനെടുത്ത് കഴിച്ചത് മദ്യമായിപ്പോയി. അതുകൊണ്ട് രാവിലെ എണീറ്റപ്പോ തന്നെ DK എന്നെ മോര് കുടിപ്പിച്ചു. ഇപ്പൊ ഫിറ്റെല്ലാം മാറി. അമ്മ, സോറി അമ്മ. അറിയാതെ ഞാൻ മദ്യം കഴിച്ചതിന്റെ പേരില് എന്തൊക്കെയോ കാണിച്ചു, എന്തൊക്കെയോ പറഞ്ഞു. എല്ലാരും ക്ഷമിക്കണം. ദൈവവും മനുഷ്യനും ഒക്കെ ഒന്നാ. നിന്റെ സോറി ഞാൻ തക്കാലം പോക്കറ്റിൽ വെക്കുന്നു. അറിയാതെ സംഭവിച്ചുകൊണ്ട്. ഇല്ലെങ്കിലേ നിന്റെ ചെവി ഞാൻ പൊന്നാക്കേനെ. അതെ, നിങ്ങള് വളരെ നല്ല ആളാണെന്ന് എന്റെ വിശ്വാസം. DKക്ക് നിങ്ങളെ കുറിച്ച് നല്ല മതിപ്പുവാ. രാത്രി നിങ്ങളോട് ഞാൻ വിഷം കലർത്തിയതിനെ പറ്റി ചോദിച്ചത് വെറുതെ അല്ല. നിങ്ങൾ എനിക്കിപ്പോ വിശ്വാസമില്ല. വിഷം കലർത്തി എന്നുള്ളത് സത്യം തന്നെയാണ്. DK കൊല്ലാൻ നോക്കിയതും സത്യം. എനിക്ക് ഉറപ്പാ. നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലി ഞാൻ ഊരിക്കളയട്ടെ. കെട്ടിയ ആള് തന്നെ അത് പൊട്ടിച്ചെടുക്കുന്നതും
പെണ്ണിനൊരു ഭാഗ്യം തന്നെയാ. ആ എന്താടി, ഞാനിത് മൂരിക്കളഞ്ഞ നീ എന്ത് ചെയ്യും? പറയടി പറയടി ഭാര്യ, നീ ചങ്കോട്ട് ചാവൂ, അതോ നീ കോമയെന്ന് ചാടി എണീറ്റ് തിരിച്ചു വരുമോ? എന്തെങ്കിലും ഒന്ന് പറയടി. പറയാമോ ഭാര്യ? പറയേ. ഓ, ഞാനത് മറന്നു. നീ സംസാരിക്കില്ലല്ലോ അല്ലേ? നിനക്ക് സംസാരിക്കണോ? സംസാരിക്കണ്ടേ? സംസാരിക്കടി. നിന്നെ ഞാനിവിടെ കൊന്നിട്ടാലും ആരും അറിയില്ല. നിനക്ക് മരിക്കണോ? എടി മരിക്കണോന്ന്. ദ്രോഹി, ഞാൻ എല്ലാം കേട്ടടാ. ഡീക്കയ്ക്ക് വിഷം കൊടുക്കാൻ ശ്രമിച്ചത് നീയാണല്ലേ? എനിക്ക് എല്ലാം മനസ്സിലായടാ ദ്രോഹി. ഡീക്കയ്ക്ക് മദ്യത്തിൽ വിഷം കലർത്തി. ഭാഗ്യത്തിന് ഡീക്ക ഇത് കുടിച്ചില്ല. ഇപ്പൊ നീ അതും പറഞ്ഞ് ഈ പാവത്തിനെ ടോർച്ചർ ചെയ്യുന്നോ? ദുഷ്ട മഹാപാപി. നിന്നെ പോലൊരു മൃഗത്തിന് വെറുതെ വിടാൻ പാടില്ല. ഇന്ന് തന്നെ എല്ലാ വിവരവും ഞാൻ ഡീക്കയോട് പറയും. ഇതോടെ നിന്നെ നശിപ്പിക്കും ഞാൻ. മരിക്കണം, നീ മരിക്കണോടാ ദുഷ്ട. നിന്നെ ഞാൻ കൊല്ലും. നിന്നെ കണി കണ്ട അന്നത്തെ ദിവസം പോകാം. അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തോളാ നീ. എന്നെ ബുദ്ധിയില്ലാത്തോളം വിളിച്ചാണ്ടല്ലോ. പിന്നെ എന്ത് വിളിക്കണം? ഇങ്ങനെ അരിച്ചാക്ക് പോലെ എന്റെ മേലെ വന്ന് വീഴലാണല്ലോ നിന്റെ വിനോദം. നിങ്ങൾക്ക് നാണമില്ലേ എന്നെ അരിച്ചാക്കെന്നൊക്കെ പറഞ്ഞു വിളിക്കാൻ? അതോ ഇത്രയ്ക്ക് സുന്ദരിയായ എന്നെ? അയ്യടാ, ഇതാണോ സൗന്ദര്യം? എന്താ ഇത് സൗന്ദര്യമല്ലേ? എന്റെ നാട്ടിലൊക്കെ എത്ര ആമ്പിള്ളേരായി എന്റെ പിന്നാലെ നടന്നിരുന്നറിയോ? അവരൊക്കെ കണ്ണുപൊട്ടന്മാരായിരിക്കും. അല്ലടോ മാഷെ, ഞാൻ അത്രയ്ക്ക് സുന്ദരി ആയതുകൊണ്ടാ. നിങ്ങൾക്ക് എത്ര വലിയ കണ്ണട ഉണ്ടായിട്ട് എന്താ കാര്യം? നല്ലതൊന്നും ഇതിലൂടെ കാണില്ലല്ലോ. കാണേണ്ടതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ നിന്റെ മണ്ടത്തരങ്ങൾക്ക് മറുപടി പറയാൻ എനിക്ക് തീരെ സമയവും ഇല്ല, സൗകര്യവും ഇല്ല. നിങ്ങൾ എന്നെ ഒരുപാട് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി എന്നെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടല്ലോ. നീ എന്ത് ചെയ്യും? എന്തിയോടി എന്തെയ്യുന്നു കാണിച്ചേട്ടോ. ഞാനിങ്ങനെ ഉണ്ടല്ലോ, കടിച്ച് ഉണ്ടല്ലോ. ബേക്കറി ഇനി ഇങ്ങനെ ഭ്രാന്ത് കാണിക്കോ നീ? നീ എന്താ പേപ്പട്ടിയാണോ കടിക്കാൻ? നിങ്ങളൊന്ന് ഭ്രാന്തിയാക്കുന്നു. വെള്ളം പിടിക്കാതെ മര്യാദക്കവിടെ നിക്കടി. ആദ്യം നീ പോയി സമാധാനത്തോടെ എങ്ങനെ ജീവിക്കാന്ന് പഠിക്കും. നിങ്ങളുള്ളിടത്ത് സമാധാനം കാണി കിട്ടാൻ പോലും കിട്ടില്ല. എങ്ങനെയാ സമാധാനം പഠിക്കുന്നത്? നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ആ നിമിഷം സമാധാനം ഈ വീട്ടിലേക്ക് തിരിച്ചു വരും. കവട് പിച്ചങ്ങ് എടുത്താണ് ദുഷ്ടൻ. കണ്ടോ നിന്റെ ചേച്ചി അസുഖം എത്രയെന്ന് കണ്ടോ? നമ്മൾ സന്തോഷിക്കുന്നത് നിന്റെ ചേച്ചിക്ക് ഇഷ്ടമല്ല. പ്രിയേ, ഇതൊരു മനോരോഗമാണ്, നല്ല ഒന്നാന്തര ഭ്രാന്ത്. നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ ഈ ജന്മ ഭ്രാന്തി സമ്മതിക്കില്ല. അവളെ വെറുതെ വിടാൻ പാടില്ല.
അതുകൊണ്ട് നീ എന്റെ ചേച്ചി എന്ത് ചെയ്യാൻ പോകുന്നു? ചേച്ചി ഞാൻ ശത്രുക്കളാ. നമ്മുടെ കാര്യത്തിൽ അവരിടപെടുന്നതും എനിക്കിഷ്ടമല്ല. എന്ന് കരുതി ചേച്ചിക്ക് എന്തെങ്കിലും പറ്റുക അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. നീ എന്താ ഡ്യുവൽ പേഴ്സണാലിറ്റി ആണോ? ഇതുവരെ നീയല്ല നിന്റെ ചേച്ചിയെ പറ്റി മോശമായി സംസാരിച്ചോണ്ടിരുന്നത്. ഇതിനിപ്പോ മാറ്റി പറയുന്നു. അവിനാഷ്, എന്റെ ചേച്ചിയോട് എനിക്ക് ദേഷ്യമുണ്ട്. എന്ന് കരുതി അവരെന്റെ ചേച്ചി അല്ലാതാവോ? ചേച്ചിയുടെ കാര്യം വിട്ടേക്ക്. നമ്മൾ ഇനി എന്ത് ചെയ്യണോന്ന് ആലോചിക്കും. ആലോചിക്കാനൊന്നുമില്ല. ഉടൻ തന്നെ നമ്മളെ വിവാഹം നടക്കണം. എനിക്ക് സമ്മതം. പക്ഷെ കല്യാണം നടക്കണമെങ്കിൽ ആദ്യം നീ എന്റെ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. ഞാനോ? പിന്നല്ലാതെ ഞാനാണോ ഇതൊക്കെ സംസാരിക്കേണ്ടത്? ചേച്ചിക്ക് കിട്ടിയത് രണ്ടാം കെട്ടുകാരനെ. അതുകൊണ്ട് എന്റെ കാര്യത്തിൽ അത് ആവർത്തിക്കാൻ ചേച്ചിയോ അച്ഛനോ ആരും സമ്മതിക്കില്ല. എന്റെ കല്യാണത്തിന്റെ കാര്യത്തില് ചേച്ചി പറയുന്നതേ അച്ഛൻ കേൾക്കൂ. അതുകൊണ്ട് നീ എന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിച്ചേ പറ്റൂ. അമ്മേനോട് ശരിക്കും പിണക്കാണോ? പിണങ്ങല്ലേ അമ്മേ? പിളങ്ങും. ഞാൻ പ്രസവിച്ചില്ലെങ്കിലും നിന്റെ എന്റെ ഡോക്ടറായിട്ടാ ഞാൻ കണ്ടത്. പക്ഷെ നിനക്ക് എന്നോട് ഒരു സ്നേഹവും. അയ്യോ, അങ്ങനെ പറയല്ലേ അമ്മേ. ആകെ ഈ വീട്ടില് എന്നോട് ഇത്രയെങ്കിലും സ്നേഹം കാണിക്കുന്നത് അമ്മയോ? എന്റെ പെറ്റമ്മയെ പോലെ തന്നെയാ എനിക്ക് ഈ അമ്മയും. എന്നിട്ട് ഞാൻ ആവശ്യപ്പെട്ട ഒരു കാര്യം നീ എനിക്ക് തന്നോ? എന്ത് കാര്യം? എനിക്കൊരു കുഞ്ഞിക്കാല് കാണണം. ഈ പ്രായത്തിലോ? നാട്ടുകാരെന്ത് പറയും? നിന്നെ ഞാനിന്ന് അഹങ്കാരം പറയുന്നു. നീ ഈ പ്രായത്തിൽ കുഞ്ഞിക്കാല് കാണുന്നതിന് എന്താ കുഴപ്പം? നീ എന്റെ മോന്റെ കുഞ്ഞിനെ ഡെലിവറി ചെയ്ത് ഒരു കുഞ്ഞിക്കാല് കാണിക്കുന്ന കാര്യ ഞാൻ പറഞ്ഞത്. അല്ല, അപ്പത്തെ ശാന്ത. നിന്നോട് സീരിയസ് ആയിട്ടൊരു മാറ്റർ പറയുമ്പോ നീ കളിയാക്കുകയാണ്. എത്രയും പെട്ടെന്ന് നീ എന്റെ ആഗ്രഹം സാധിച്ചു തരണം. എന്റെ പൊന്നമ്മേ, അമ്മയുടെ മോന്റെ സ്വഭാവം വെച്ചിട്ടേ ഈ ജന്മത്തെ ഈ കാര്യം നടക്കാൻ പോകുന്നില്ല. അധികം താമസിയാതെ അമ്മയുടെ ഹിറ്റ്ലർ മോൻ എന്നെ ഇവിടെ നടിച്ച് പുറത്താക്ക്. പിന്നെ ഒരു കുഞ്ഞിക്കാല് പോയിട്ട് എന്നെ പോലെ അമ്മയ്ക്ക് കാണാൻ പറ്റില്ല. നോ, ഞാൻ അതിന് സമ്മതിക്കില്ല. ബേട്ടി, നിനക്ക് മാത്രമേ എന്റെ ആഗ്രഹം സാധിച്ചു തരാൻ പറ്റൂ. നീ കൂടെ അവന്റെ ലൈഫിൽ നിന്ന് പോയാ പിന്നെ ഇനിയൊരു വിവാഹം അവന്റെ ജന്മത്തിൽ നടക്കില്ല. ഈ കാസറ്റിലെ ബാക്കിയുള്ള വോയിസ് കൂടി ക്ലിയർ ആയിട്ട് കേട്ടാലേ ഒരു തീരുമാനത്തിലെത്താൻ പറ്റൂ. DKക്കെതിരായി സുപ്രിയയുടെ എന്തെങ്കിലും ഒരു വോയിസ് ഇതിനകത്തുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് DK അറസ്റ്റ് ചെയ്യാം. ഫോറൻസിക് ലാബിൽ അയച്ചാൽ നിയമപരമായി ഒരുപാട് നൂലാമാലകൾ കടക്കേണ്ടി വരും. ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുകയും വേണം. തൽക്കാലം അൺഒഫീഷ്യലായ ഒരു വഴി മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ആരുണ്ട് അങ്ങനൊരു മിടുക്കൻ? ഹലോ സുരേഷ്, നീ ഇപ്പൊ എവിടെ ഉള്ളത്? ഹൈദരാബാദോ? എനിക്ക് അടിയന്തരമായി നിന്റെ ഒരു ഹെൽപ്പ് വേണം. നീ എപ്പോ തിരിച്ചെത്തും? ശരി, നമുക്ക് നാളെ രാവിലെ കാണാം. കാര്യം ഞാൻ പറയാം. ഡോക്ടർ, എന്തായി ഡോക്ടർ? അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എങ്കിലും ടെൻഷൻ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. BP കുറച്ച് കൂടുതലാ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ ഡോക്ടർ? വേണ്ട, തൽക്കാലം അതിന്റെ ആവശ്യമില്ല. എന്താ ഡോക്ടർ, അമ്മയ്ക്ക് എന്ത് പറ്റി? അത് പിന്നെ അല്ല, അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല.
നിന്ന നിപ്പില് ഒരു മയക്കം പോലെ വന്നു, അത്രേ ഉള്ളൂ. അത് നീയാണോ തീരുമാനിക്കുന്നത്? ഡോക്ടർ, എന്താ അമ്മയുടെ കണ്ടീഷൻ? വരൂ പറയാം. മോളെ എങ്ങനെയുണ്ടായിരുന്നു ആക്ടിങ്? ആക്ടിങ്ങിൽ അമ്മയെ തോൽപ്പിക്കാൻ ആർക്കാ പറ്റുന്നത്? ഇപ്പൊ തന്നെ എന്തൊരു പ്രകടന കാഴ്ചവെച്ച്. അതുകൊണ്ടെന്താ, മാർച്ചിൽ നിനക്ക് ഹസ്ബൻഡിന്റെ കൂടെ വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു കൂടെ? ആ ബേട്ടി, വാട്ട് ഈസ് ദിസ്? സൂര്യക്ക് കുടിക്കാൻ പാല് കാച്ചിയതാ. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. നിന്നോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞായിരുന്നല്ലോ. അവിടെ മമ്മി ഒറ്റയ്ക്കല്ലേ? അതും മാത്രല്ല, നിനക്ക് വന്ന കേക്കിന്റെ ഓർഡർ അത് സമയത്തിന് ചെയ്തു കൊടുക്കണ്ടേ? ബേട്ടി, വാട്ട് ഹാപ്പൻ? ഇവിടെ എവിടെ പോകുന്ന കാര്യം നീ പറയുന്നത്? അമ്മ അങ്ങ് വീട്ടിലേക്ക്. ആഹാ, അത് കൊള്ളാലോ. ഇവിടെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോകുമ്പോഴാണോ? നോ നോ നോ, നോട്ട് വർക്കിംഗ്. അത് നടക്കില്ല. വാലന്റൈൻസ് ഡേ ആഘോഷം കഴിഞ്ഞിട്ട് പ്രിയ വീട്ടിൽ പോയാ മതി. അത് സാരമില്ല അമ്മേ, സൂര്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. കണ്ടില്ല അമ്മ, എന്നെ ഇവിടെ നിൽക്കാൻ ചേച്ചി സമ്മതിക്കുന്നില്ല. അല്ല, വീട്ടില് മമ്മി ഒറ്റയ്ക്കാ അമ്മേ, അതുകൊണ്ടല്ലേ. അതിനെന്താ, ഫാദറില്ലേ വീട്ടിൽ? വേണ്ടമ്മേ, ചേച്ചിക്ക് ഇഷ്ടമില്ലാത്തടുത്ത് ഞാൻ നിൽക്കുന്നില്ല. വാട്ട് ഹാപ്പൻ? നിങ്ങൾ ചേച്ചി അടുത്ത് പിണങ്ങിയോ? അയ്യോ, അങ്ങനൊന്നും ഇല്ലമ്മേ. എങ്കിൽ പിന്നെ ഇവിടെ തന്നെ നിൽക്കട്ടെ, ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയാ മതി. അല്ലമ്മേ, അത് വേണോ? അവിടെ വേണം. ദിസ് ഈസ് മൈ ഡിസിഷൻ. പ്രിയ, കം. സൂര്യയുടെ അടുത്തേക്ക് ഞാനും വരാം. കം, ഗോ. എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? വാലന്റൈൻസ് ഡേ കഴിഞ്ഞിട്ട് മാസം 1 കഴിഞ്ഞു. ഈ മാർച്ചിൽ അതിന്റെ ഡമ്മി ഉണ്ടാക്കാൻ പോവാണോ നീ ഡീക്കയും ചേർന്ന്? ആണെങ്കി അതിന് നിങ്ങക്ക് എന്താ കുഴപ്പം? മാർച്ചില് വാലന്റൈൻസ് ഡേ ആഘോഷിച്ച CBIക്ക് കേസെടുക്കാൻ വല്ല വകുപ്പുണ്ടോ? എനിക്കൊരു കുഴപ്പമില്ല. ആരും നിന്റെ പേര് കേസെടുക്കാനും പോകുന്നില്ല. നിന്റെ ജീവിതം അവിടെ ഇവിടെയും തട്ടി ഉടഞ്ഞു പോകാതിരിക്കും പറഞ്ഞേ ഉള്ളൂ. ഉടഞ്ഞു പോവാൻ ഞാനെന്താ സ്ഫടികത്തിൽ നിർമ്മിച്ച പ്രതിമയാണോ? നീ ഇപ്പോ റിമോട്ട് കൊണ്ട് ചലിക്കുന്ന ഒരു പ്രതിമ തന്നെയാ. റിമോട്ട് DKയുടെ കയ്യിലാണെന്ന് മാത്രം. ഇതിലെ വോയിസ് റിക്കവർ ചെയ്യാനാ ഞാനിപ്പോ പോകുന്നത്. ആദ്യം ഇതൊന്ന് റിക്കവർ ചെയ്തോട്ടെ, എന്നിട്ട് തീരുമാനിക്കാം നിന്റെ ഹിറ്റ്ലർ വാലന്റൈൻസ് ഡേ ആഘോഷിക്കണോ അതോ ശിഷ്ടകാലം ജയിലിൽ കിടക്കണോന്ന്. അവൻ കുറ്റവാളിയാണെന്ന് ഞാൻ തെളിയിക്കും. അങ്ങനെ വല്ലതും സംഭവിച്ചാ പിന്നെ നിന്റെ അവസ്ഥ എന്തായിരിക്കും? അവന് വേണ്ടി ഒരു ദുഃഖപുത്രിയുടെ വേഷം കെട്ടി ഈ അമരാവതി തന്നെ ജീവിക്കോ നീ? അതുകൊണ്ട് അവനുമായിട്ട് അധികം അടുക്കാൻ നിൽക്കണ്ട. അമ്മയുടെ വെറും ഭ്രാന്ത ഈ ആഘോഷം. നീ അതിൽ നിന്നങ്ങ് മാറി നിന്നേക്ക്. ഉപദേശമൊക്കെ കൊള്ളാം മിസ്റ്റർ CBI. പക്ഷേ ഞാനിപ്പോ DKയുടെ ഭാര്യ, ഈ വീടിന്റെ അധികാരി. വേണമെങ്കിൽ ഈ നിമിഷം നിങ്ങളോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയാൻ അധികാരമുള്ള മിസ്സസ് ഹിറ്റ്ലർ. പരിഹാസം എനിക്ക് മനസ്സിലായി, ചോദിച്ചതിന്റെ ഉള്ളിലെ അശ്ലീലവും മനസ്സിലായി. ആ പരിപ്പ് പക്ഷെ ഈ കലത്തിലിട്ട് വേവിക്കാൻ നോക്കണ്ട. ചേട്ടൻ ചെല്ല്, പോയി വല്ല പിടികിട്ടാ പുള്ളിയും പിടിക്കാൻ നോക്ക്. ടിവിയിലും പത്രത്തിലും പേരൊക്കെ ഒന്ന് വരട്ടേന്നേ. എക്സലന്റ്, അതിഗംഭീരം. ഒരു വക്കീലായി ശോഭിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് നിനക്ക്. താങ്ക് യു. പക്ഷേ പറ്റില്ല. 4 വാക്ക് പറയാൻ അറിയാമെന്ന് കരുതി കോടതി മുറി കയറി വാദിക്കാൻ പറ്റില്ലല്ലോ CBI ചേട്ടാ. അത് സാരമില്ല, ഇനിയാകാവുന്നതൊക്കെ ഉള്ളൂ. നോക്കണം, സാഹചര്യങ്ങളാണല്ലോ
സൃഷ്ടിയുടെ മാതാവ്. ചിലപ്പോ ഞാൻ ഇനി LLBക്ക് പോവില്ല എന്ന് പറയാനൊന്നും പറ്റില്ല. നിനക്ക് എന്തു പറ്റി? സുപ്രിയെ പോലെ നീ അവന്റെ അഡിക്റ്റ് ആയി പോയോ? ഞാൻ ആരുടെയും അഡിക്റ്റും അല്ല, അടിമയും അല്ലായേ. പക്ഷെ നീതി നടപ്പാവണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്. ഞാൻ ഈ വീട്ടിലുള്ളിടത്തോളം കാലം DK ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ഭർത്താവിനെ രക്ഷിക്കാൻ എന്തും ചെയ്യുന്ന ഭാര്യ. കൊള്ളാം. പക്ഷേ നീ തോറ്റുപോകും. തോൽവിയും ജയമൊന്നും ആരുടെയും കുത്തകയല്ലല്ലോ. അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പക്ഷെ പറഞ്ഞ വാക്കിൽ നിന്ന് ഞാൻ മാറില്ല. നിരപരാധിയാണ് DK എങ്കിൽ ഞാൻ അദ്ദേഹത്തെ രക്ഷിച്ചിരിക്കും. ശിക്ഷിക്കാൻ പറ്റുമെന്നാണ് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്. കാണാം. നിന്റെ കുഴി നീ തന്നെ തോണ്ടിക്കോ. പക്ഷേ DK ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും. ജസ്റ്റ് വെയിറ്റ്. എടാ മോനെ, ഇവിടെ പറയുവാ നിനക്ക് എന്നോട് സ്നേഹമില്ലെന്ന്. നീ ഫംഗ്ഷനിൽ പങ്കെടുക്കില്ലെന്ന് ഇവള് ഉറപ്പിച്ചു പറയുവാ. അമ്മ വിഷമിക്കണ്ട. ഫംഗ്ഷൻ കഴിയുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. പാർട്ടിയിൽ പങ്കെടുക്കുകയും ചെയ്യും. വെരി ഗുഡ് മൈ സൺ. ഈ അമ്മ ഫെയിലാകാൻ എന്റെ മകൻ സമ്മതിക്കില്ലാതെ എനിക്കറിയാം. ഏയ് മരുമകളെ, എന്റെ മോൻ പറഞ്ഞ് കേട്ടില്ലേ? അവൻ ഈ വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നു. ഈ ഹിറ്റ്ലറോ? അമ്മ തോറ്റു പോത്തേ ഉള്ളൂ. വാലന്റൈൻസ് ഡേയുടെ ഒരു ഗെയിമിൽ പോലും ഹിറ്റ്ലർ പങ്കെടുക്കത്തില്ല, എനിക്ക് ഉറപ്പാ. നോ, എന്റെ മോനെ സാക്ഷി നിർത്തി ഞാനിതാ വാക്ക് പറയുന്നു. ഇന്നത്തെ എല്ലാ ഗെയിമിലും ഇവളും ഇവനും പങ്കെടുത്തിരിക്കും. അമ്മ എന്തിനാ ഈ ബേക്കറിക്കാരി ഇങ്ങനെ അങ്ങ് വെല്ലുവിളിക്കുന്നത്? ബേക്കറിക്കാരി അമ്മയെ അത്രയ്ക്ക് ശുണ്ടി പിടിപ്പിച്ച് കാണും, ഉറപ്പ്. തോറ്റു. അമ്മ ഇപ്പൊ തന്നെ തോറ്റു. ഈ പറഞ്ഞതൊന്നും നടക്കാൻ പോകുന്നില്ല. അയ്യോ, എന്റെ അമ്മ തോൽക്കില്ല. പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിരിക്കും. നിങ്ങളെന്താ ഈ മാജിക്കാരെ പോലെ മാറ്റി മാറ്റി സംസാരിക്കുന്നത്? നേരത്തെ ഭഗവാൻ തന്നെയല്ലേ എന്നെ അവിടെ നിന്ന് പിടിച്ചിറക്കി വിട്ടത്? സാധാരണ രാഷ്ട്രീയക്കാരെ എങ്ങനെ മാറ്റി മാറ്റി പറയുന്നു? ഏതെങ്കിലും ഒരു വാക്കിൽ ഉറച്ചു നിൽക്കണം മിസ്റ്റർ. വാലന്റൈൻസ് ഡേ ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുവോ ഇല്ലയോ? മതി നിന്റെ അഹങ്കാരം. അമരാവതിയുടെ അന്തസ്സിന് മേൽ കേൾക്കുന്ന നിന്റെ ഈ അഹങ്കാരത്തിന്റെ വർത്തമാനമുണ്ടല്ലോ, അത് ഇനി ഇവിടെ കേൾക്കാൻ ഞാൻ അനുവദിക്കില്ല. ഇത് എന്റെ അമ്മയുടെ അഭിമാനത്തിന്റെ പ്രശ്നം. ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്തിരിക്കും. My little Kanna, plan success. എടാ മോനെ, നീ ഹിറ്റ്ലർ ആണെങ്കിൽ ഞാൻ നിന്നെ പ്രസവിച്ച മദർ ഓഫ് ഹിറ്റ്ലർ. അയ്യോ, എനിക്കറിയാം നിന്നെ ഈ ഫംഗ്ഷൻ എങ്ങനെ പങ്കെടുപ്പിക്കണമെന്ന്. എല്ലാ ഗെയിമിലും ഞാൻ നിന്നെ പങ്കെടുപ്പിച്ചിരിക്കും. ഈ മദറിനോടാ അവന്റെ ഗെയിം. പൂർ മൈ സൺ. അമ്മ എന്താ ആലോചിക്കുന്നത്? ഐ ആം പ്രൗഡ് ഓഫ് യു മൈ സൺ. നീ എന്റെ അഭിമാനം രക്ഷിച്ചു. ഗെയിം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നീ അമ്മയെ ജയിപ്പിച്ചു. എന്റെ ഈശ്വര, എന്തൊരു ആക്ടിങ്! ഈ അമ്മ വെറും അമ്മയല്ല, പൊന്നമ്മയാ. അഭിനയത്തിന്റെ പൊന്നമ്മ. കേട്ടില്ല അനിയത്തി പറഞ്ഞത്? ഇതാണ് സ്നേഹം, യഥാർത്ഥ സ്നേഹം. ഇനി ഇവളുടെ കാര്യത്തിൽ നീ ഇടപെടരുത്, മനസ്സിലായോ? ഇവളുടെ കാര്യത്തിൽ ഇടപെടാൻ എനിക്ക് ഇവളുടെ പോലും അനുവാദം ആവശ്യമില്ല. കാരണം ഇവളെന്റെ അനിയത്തിയ. എന്റെ മനസ്സിലെ ചതിയുടെ ചതുരംഗ കളിയും അവള് വീണുപോയി. ശരിയും തെറ്റും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും പോയി. പക്ഷെ ഇവൾക്കൊരു ചേച്ചി ഉണ്ടെന്ന് നീ മറന്നുപോയരുത്. തോട്ടുവക്കിലും കാട്ടുപൊന്തുകൾക്കിടയിലും ഒക്കെ നല്ല ചുവന്ന നിറത്തിൽ പഴുത്തു നിൽക്കുന്ന ഭംഗിയുള്ള വിഷക്കൈകൾ ഒരുപാടുണ്ടാവും. ബുദ്ധി ഉറയ്ക്കാത്ത കുഞ്ഞുങ്ങൾ അതിന്റെ സൗന്ദര്യം കണ്ട് അതിനുള്ളിൽ മധുരമാണെന്നങ്ങ് തെറ്റിദ്ധരിക്കും. ചിലപ്പോ അത് വേണോന്ന് പറഞ്ഞ് വാശി പിടിക്കും, കരയും. എന്ന് കരുതി ആരും കുട്ടികൾക്കത് പറിച്ചു കൊടുക്കാറില്ല. കാരണം അത് വിഷമാണെന്ന് അവർക്കറിയാം.
വളരുമ്പോ കുട്ടികൾക്കും അത് മനസ്സിലാവും. അത്രേ ഉള്ളൂ നീ എന്ന വിഷക്കായുടെ ആയുസ്. ഒരു ദിവസം എന്റെ അനിയത്തി നിന്നെ മനസ്സിലാക്കും. നിന്റെ യഥാർത്ഥ സ്വഭാവവും ചതിയന്റെ മനസ്സും തിരിച്ചറിയുന്ന നിമിഷം ഇവള് നിന്നെ വെറുക്കും. ഇവള് തന്നെ ചിലപ്പോ നിന്റെ ജീവൻ എടുത്തൊന്നും വരും. സൂക്ഷിച്ചോ. ഇനി ഒരിക്കൽ കൂടി ഇത് ആവർത്തിച്ച പിന്നെ നീ ഇല്ല. ഇപ്പൊ സൂര്യ കിടക്കുന്നത് പോലെ അതിന് തൊട്ടരികിൽ മറ്റൊരു ബെഡിൽ നീയും കിടക്കും. കിടത്തും നിന്നെ ഞാൻ. വടിയങ്ങോട്ട്. ചേച്ചി വിട. വാടിയങ്ങോട്ട്. ചേച്ചി അഹങ്കാരി. എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല അല്ലേ? എനിക്കൊന്നും കേക്കണ്ട. പ്രിയേ, ദേ എന്നോടൊന്നും പറയണ്ട. ആശിച്ച മണ്ണും മോഹിച്ച പെണ്ണും ഇന്ന് വരെ വിട്ട് കളഞ്ഞിട്ടില്ല ഞാൻ. നിന്റെ അനിയത്തി എന്നെ ഒരുപാട് മോഹിപ്പിച്ച പെണ്ണ. അവളെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതിപ്പോ എത്ര കാലത്തേക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ മോഹം തീരും വരെ അവൾ എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അല്ല, എന്തെങ്കിലും നോക്കി നിൽക്കുന്നേ? ഗെറ്റ് ഇറ്റ് സ്റ്റാർട്ട്. ഗെയിമിൽ പങ്കെടുക്ക്. ഇവിടെ വന്നേ, നീ വന്നേ മോളെ. ഇവിടെ നിൽക്കും. കളിക്കേ. ഉള്ളില് സ്നേഹമില്ലാതെ എങ്ങനെ കണ്ണിൽ നോക്കൂ ഹിറ്റ്ലർ? കണ്ണിൽ നോക്കിയെന്ന് വെച്ച് ഉള്ളിൽ സ്നേഹമുണ്ടെന്നല്ല അർത്ഥം. നോൺസെൻസ്. എന്റെ പൊന്നി ഹിറ്റ്ലറെ, ചുമ്മാ കണ്ണി നോക്കി നിന്നാ മതി. നമ്മുടെ പ്രേമം പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ കണ്ണു വെട്ടിക്കില്ല. വെറുമൊരു വാശിയുടെ പേരിലാണെങ്കിൽ പോലും നിന്റെ മുന്നിൽ തോക്കാൻ ഞാൻ തയ്യാറല്ല. ഒരു സെക്കൻഡ് പോലും ഞാൻ കണ്ണിമ വെട്ടിക്കില്ല. നല്ല രസമുണ്ട്. ഇനി എന്റെ മരുമകളൊന്ന് കാണട്ടെ ഞാൻ.
ബേട്ടാ, വാട്ട് ഇസ് ദിസ്? ഇത് എന്ത് മേക്കപ്പാടാ? കൊരങ്ങിനെ പോലെ ഉണ്ട്. കൊരങ്ങിന് പിന്നെ ഭംഗിയുണ്ട്. അതെ, ഇന്നാളൊരു കോക്കാച്ചി ഇടുക്കി ഡാമിനകത്തുനിന്ന് പിടിച്ചത് പത്രത്തില് കണ്ടില്ലേ? അതുപോലുണ്ട് കോക്കാച്ചി ജ്യോതി. അതെ. ഞാൻ എത്ര സ്നേഹിക്കുന്നു, അതിന്റെ 1000 ഇരട്ടി വാത്സല്യത്തോടെ അമ്മ എന്നെ കാണുന്നുണ്ട്. മരുമകളായി വന്ന എന്നെ മകളായി കാണുന്ന ഈ അമ്മയുള്ള വീട് എനിക്ക് സ്വർഗം. ഈ ബേക്കർക്കാരുടെ സ്വർഗം ഈ സ്നേഹത്തിന്റെ തണല. ഇതിനുള്ളില് വേറെയും ചിലരുണ്ട്. അവരാണ് മായ, താര, ചിത്ര. ഈ വീടിന്റെ മരുമക്കള് ലക്ഷ്മിയും പാർവതിയും സരസ്വതിയും പോലെ ഈ വീടിനെ കാത്തു സൂക്ഷിക്കുന്നത് ഇവരാണ്. ഈ അമരാവതിയുടെ 3 നെടും തൂണുകളാ ഇവര്. പക്ഷേ ഇവർക്ക് 3 പേർക്കും ഇതുവരെ മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഈ ജ്യോതിക്ക് അവരെ എത്രമാത്രം ഇഷ്ടമാണെന്ന്. ഓരോ തവണ അപമാനിക്കുമ്പോഴും ഇവിടെ നാട്ടിയിറക്കുമ്പോഴും ഞാൻ ഇവരോടൊപ്പം തന്നെ ജീവിക്കുന്നത് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാ. ഈ മരുമക്കൾക്കിടയിൽ നിലനിൽക്കേണ്ടത് പരസ്പര സ്നേഹം മാത്രമാണ്. ഒരു വീട് സ്വർഗമാവാൻ സമ്പത്തൊന്നും വേണമെന്നില്ല, പരസ്പര സ്നേഹം മാത്രം മതി. ഇവിടെയും നിങ്ങളെല്ലാവരും എന്നും ഒന്നായിരിക്കണം. എനിക്കത് മതി.